ശ്രീ അജികുമാർ, നോക്കൂ, ഈ സ്പോട്ട് ബുക്കിംഗ് അപ്പോൾ പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ടായിരിക്കും. ഈ 80,000 പേരെ വെർച്വൽ ക്യൂ വഴി മാത്രമേ ദർശനം അനുവദിക്കൂ എന്നുള്ള ഈ സർക്കാർ തീരുമാനം ദേവസ്വം ബോർഡിന്റെ കൂടി തീരുമാനമാണെന്നാണ് മനസ്സിലാകുന്നത്. അത് നടപ്പിലാക്കുക പ്രായോഗികമാണോ? അതിലേക്ക്, ആ തീരുമാനത്തിലേക്ക് ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും വരേണ്ടി വന്ന സാഹചര്യം നമ്മളെല്ലാവരും ഒന്ന് പരിശോധിക്കുകയും വിലയിരുത്തുകയും വേണം. കഴിഞ്ഞ പ്രാവശ്യം മണിക്കൂറുകളോളം നീണ്ട ക്യൂ അയ്യപ്പ ദർശനത്തിന് വേണ്ടി വന്നു. പലർക്കും അവിടെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭക്തന്മാർക്ക് അയ്യപ്പ ദർശനം കിട്ടാതെ പോയി. പലരും മടങ്ങിപ്പോയി എന്നുള്ള ആക്ഷേപമുണ്ടായി. അപ്പൊ അതെല്ലാം ഒഴിവാക്കി നമ്മുടെ അയ്യപ്പനെ കാണാൻ വേണ്ടി വരുന്ന ഭക്തർക്ക് അവർക്ക് ദർശനം നന്നായി കിട്ടാനും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുമുള്ള ഒരു ശാസ്ത്രീയമായ ക്രമീകരണമാണ് ഏർപ്പെടുത്തുന്നത്. ക്രൗഡ് മാനേജ്മെന്റ് വലിയൊരു വിഷയമാണ്. കാലന ക്ഷേത്രമാണ് ശബരിമല. ഭക്തന്മാർ മുൻകൂട്ടി വരുന്നതിനെ പറ്റി വ്യക്തമായ ധാരണയില്ലെങ്കിൽ പോലീസിന് ക്രൗഡ് മാനേജ്മെന്റ് പ്രയാസകരമായി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വ്യാപകമായ പ്രചരണം കൊടുത്തുകൊണ്ട് വെർച്വൽ ക്യൂ സമ്പൂർണ്ണ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ളത്. അത് ഗവൺമെന്റും ദേവസ്വം ബോർഡും കൂടി ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അത് നടപ്പാക്കുന്ന ഘട്ടത്തിൽ പ്രായോഗികമായ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ട് അതിനാവശ്യമായ തീരുമാനങ്ങൾ ആ സമയത്ത് ആലോചിക്കാനേ കഴിയൂ. ഈ വർഷം മകരവിളക്ക് കാലം, അതായത് ഇതിലൊരു പ്രായോഗികമായ പ്രശ്നം അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് ഒരു ദിവസം 80,000 എന്ന പരിധി വയ്ക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ വിശേഷ ദിവസം 1-ാം തീയതി ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മകരവിളക്ക് മണ്ഡലപൂജ ദിവസം ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചില ദിവസങ്ങൾ, ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി അയ്യപ്പ ഭക്തരുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ മറ്റ് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 80,000-ൽ മുകളിൽ ആളുകൾ ആ ദിവസം ദർശനം ആഗ്രഹിക്കുമ്പോൾ അവർക്ക് സാധ്യമാകില്ലല്ലോ ഇങ്ങനൊരു പരിധി വയ്ക്കുമ്പോൾ. അതാ, അപ്പോ ക്രമാതീതമായി ഭക്തജന തിരക്കുണ്ടായാൽ സുഗമമായിട്ടുള്ള അയ്യപ്പ ദർശനം കഴിയാതെ നിരാശരായി ഭക്തർ മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ തിരുപ്പതി അടക്കം ഇങ്ങനെ വെർച്വൽ ക്യൂ സിസ്റ്റമാണ്. അവിടെ ഒന്നും ഒരു പരാതിയും വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. പലരും കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി അടക്കം ചർച്ച വന്നു. പന്തളത്ത് വന്നിട്ട് അയ്യപ്പ ഭക്തന്മാർ മടങ്ങിപ്പോകുന്നു എന്നുള്ള വലിയ വിമർശനം ഉണ്ടായി. മണിക്കൂറുകളോളം നീണ്ട ക്യൂ ഉണ്ടായെന്നുള്ള പരാതി ഉണ്ടായി. അവർക്ക് ഭക്ഷണം കിട്ടി, വെള്ളം കിട്ടിയില്ല, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കിട്ടിയുള്ള പരാതി ഉണ്ടായി. ഞങ്ങൾ ശ്രമിക്കുന്നത് അത്തരം ഒരു പരാതിയുമില്ലാതെ പരാതിരഹിതമായിട്ടുള്ള ഒരു മണ്ഡല മകരവിളക്ക് കാലമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഗവൺമെന്റും ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും സഹകരണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത്തരം ക്രമീകരണം വന്നേ പറ്റൂ. കഴിഞ്ഞ പ്രാവശ്യം നീണ്ട ക്യൂ വന്നപ്പോൾ ഇടത്താവളങ്ങളല്ലാത്ത റോഡുകളിൽ പോലും വാഹനങ്ങൾ പിടിച്ചിടേണ്ടി വന്നു. അവിടെ ഒരിടത്ത് വെളിച്ചം ഉണ്ടാവില്ല, അവിടെ വെള്ളം കിട്ടിയില്ല, വലിയ വ്യാപകമായ പരാതി വന്നു. അപ്പൊ വ്യക്തമായ ഒരു ധാരണ വേണം. ഏത് പ്രത്യേക ദിവസമാണെങ്കിലും വിശേഷ ദിവസമാണെങ്കിലും മലയേറി വരുന്ന ഭക്തന്മാരുടെ എണ്ണം എത്ര, അത് കൃത്യമായി ഉണ്ടായാൽ അതിനാവശ്യമായിട്ടുള്ള ക്രൗഡ് മാനേജ്മെന്റ് അടക്കമുള്ള ക്രമീകരണങ്ങൾ പോലീസിനും ദേവസ്വം ബോർഡിനും ഏർപ്പെടുത്താൻ കഴിയും. അല്ലാത്ത സാഹചര്യത്തിൽ വ്യാപകമായ വിമർശനം ഉണ്ടാകും. ആ സത്യവും കൂടി ബോർഡ് ഒരു വ്യക്തത വരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. കുറച്ച് തീർത്ഥാടകർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുകയാണ്. അവർക്ക് ഈ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് കണക്കാക്കുക. കാരണം നാട്ടിലുള്ള എല്ലാവർക്കും ഈ പറയുന്ന ഓൺലൈൻ സംവിധാനത്തിൽ ബുക്ക് ചെയ്യാൻ കഴിയണമെന്നോ അറിയണമെന്നോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ദർശനത്തിനായി എത്തിയാൽ, അവർ നിലയ്ക്കലെത്തിയാൽ ഈ തീർത്ഥാടകരെ തിരിച്ചയക്കുമോ, അതോ അവർക്ക് ദർശന സൗകര്യം ഒരുക്കുമോ? ഇത് ഒരു വ്യക്തത സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ അടക്കം പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഈ കാര്യത്തിൽ വ്യാപകമായ പ്രചരണം കൊടുക്കണമെന്നാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. പരമാവധി ഭക്തരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് നടപ്പാക്കുമ്പോൾ പ്രായോഗികമായ എന്തെങ്കിലും വൈഷമ്യങ്ങൾ ഉണ്ടായാൽ ഗവൺമെന്റുമായി കൂടി ആലോചിച്ച് അതിന് വ്യക്തത ഭാവി വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്.